പ്രായപരിധി മാനദണ്ഡപ്രകാരം ഒഴിവാകുന്നവരോട് അവഗണന പാടില്ലെന്ന CPIഎമ്മിൻ്റെ സംഘടനാ റിപ്പോർട്ട്. ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകമോ കർമ്മമേഖലയോ നിശ്ചയിച്ച് നൽകാത്ത ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് തിരുത്തണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി അംഗത്വത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിലെ ആശങ്കയും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. 2024 കേരളത്തിലെ കാൻഡിഡേറ്റ് മെമ്പേഴ്സിൽ 22.8% ആളുകൾ കൊഴിഞ്ഞുപോയി എന്നാണ് വളരെ അമ്പരപ്പോടെ പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നത്. മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ പാർട്ടി വളരുന്നില്ല, തളരുന്നു എന്ന സൂചന നൽകുന്ന സംഭവമാണല്ലോ ഇത്. പറയൂ. ഗുഡ് മോർണിംഗ്. SKN, ഗുഡ് മോർണിംഗ്. CPIഎമ്മിൻ്റെ സംഘടനാ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങളിലൊന്നാണ് ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകുന്നവരോട് അവഗണന പാടില്ല എന്നത്. പ്രായപരിധി മാനദണ്ഡത്തിൽ താഴെത്തലം മുതൽ മേൽത്തട്ട് വരെയുള്ള ഘടകങ്ങളിൽ നിന്ന് പല നേതാക്കന്മാരും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് മുതൽ ഒഴിവാകുന്നുണ്ട്. എന്നാൽ ഇവർ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകുന്നു എന്ന് കരുതി അവരെ അവഗണിക്കരുത് എന്നാണ് ഈ സംഘടനാ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ അവരുടെ പ്രവർത്തന മികവും പാരമ്പര്യവും കണക്കിലെടുത്ത് ബന്ധപ്പെട്ട പാർട്ടി സമിതികളിലോ അല്ലെങ്കിൽ മറ്റ് കർമ്മമേഖലകളോ നിശ്ചയിച്ച് നൽകണം. ആ രീതിയിൽ ആ നിർദ്ദേശത്തിൽ പാലിക്കുന്നതിൽ ചില വീഴ്ചകളുണ്ട്, അത്തരം ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൽ തന്നെ മുൻ മന്ത്രി G. സുധാകരനെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് അർഹമായ പരിഗണന ലഭിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും പ്രത്യേക ഉദാഹരണങ്ങളായി ഒന്നും പരാമർശിക്കുന്നില്ല, മറിച്ച് പൊതുവായി ഇക്കാര്യം പറയുകയാണ്. പ്രായപരിധി മാനദണ്ഡം കഴിയുന്നവരിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യം ഉള്ളവരെ മാത്രമേ ക്ഷണിതാക്കളാക്കി കമ്മിറ്റികളിൽ മാറ്റാവൂ. സാധാരണ ഇപ്പോൾ പല കമ്മിറ്റികളിലും കൂടുതൽ ക്ഷണിതാക്കളെ ഉൾപ്പെടുത്തുന്ന രീതിയുണ്ട്. വലിയ സംസ്ഥാന കമ്മിറ്റികളിൽ 5 പേരെയും ചെറിയ സംസ്ഥാന കമ്മിറ്റികളിൽ 3 പേരെയും മാത്രമേ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താൻ ആവൂ. ഇതോടൊപ്പം തന്നെ അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച ആശങ്കയും ഈ സംഘടനാ റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. കാൻഡിഡേറ്റ് മെമ്പർമാർ, അതായത് CPIഎമ്മിൻ്റെ മെമ്പർഷിപ്പിലേക്ക് പൂർണ്ണ മെമ്പർഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഘട്ടമാണ് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ്. ഇങ്ങനെ കാൻഡിഡേറ്റ് മെമ്പർമാരായവരിൽ കേരളത്തിൽ 22.8% ആളുകൾ കൊഴിഞ്ഞുപോയി, ഡ്രോപ്പ് ഔട്ടായി എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. അതായത് പലരും പൂർണ്ണ മെമ്പർഷിപ്പിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്ന അമ്പരപ്പിക്കുന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്.